ആന്റി ഇത്രയൊക്കെ പകിട്ടും പത്രാസും കാണിച്ചിട്ട് ഇങ്ങനെ ഒരു പാസ്റ്റുണ്ടെന്ന് അങ്കിൾ അറിയുന്നേ ആന്റിക്ക് താങ്ങാൻ പറ്റത്തില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. എനിക്കത് ഓർക്കാൻ പോലും വയ്യ മനോട്ടാ. ചില്ല് പ്രതിമ താഴെ വീണുടയുന്ന പോലെ മാഡം പൊട്ടി തകർന്നു പോവും. ആന്റി ഹോസ്പിറ്റൽ ബെഡിൽ കൈയും കാലും ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട് കിടക്കുമല്ലേ, എഴുന്നേറ്റ് ഓടാനൊന്നും പോകുന്നില്ല, സഹിച്ച് കിടക്കാനല്ലേ പറ്റത്തുള്ളൂ. മനോട്ടാ, അച്ഛൻ പിന്നെ ആ ബന്ധം കണ്ടിന്യൂ ചെയ്യൂ? ഒരിക്കലും ഇല്ല. വെളുക്കാൻ തേച്ചത് പാണ്ടായിന്ന് പറഞ്ഞ പോലെ എല്ലാവരും അറിയിച്ചു കഴിയുമ്പോ ചിന്നി ചിതറി നാനാ വഴിക്ക് പിരിഞ്ഞു പോയെങ്കിലും. ഞാൻ അങ്കിളോട് സംസാരിക്കാം. എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന അങ്കിളിന് മാത്രം. അച്ഛൻ എന്ത് ചെയ്യാൻ? എല്ലാം ക്ഷമിക്കാനും സഹിക്കാനും കഴിയണം. അതിലെ വലിയ മനസ്സ്. അച്ഛൻ ക്ഷമിക്കത്തില്ല. അച്ഛന്റെ ചങ്കലം കാട്ടുതീ പോലെ കത്തിക്കൊണ്ടിരിക്കുക. കൊല്ലപ്പള്ളിക്കാര് കാണിച്ച ചതി. ശിവൻ അങ്കിളിനോടും രാജീവ് അങ്കിളിനോടും അച്ഛൻ സംസാരിച്ചത് മനോവിജ്ഞൻ കേട്ടതല്ലേ? ചുട്ട് പഴുത്ത ഇരുമ്പ് പോലെ അച്ഛൻ. അതിലോട്ട് എന്ത് സമാധാന വാക്ക് കൊണ്ടിട്ടാലും അപ്പൊ തന്നെ ഇരിഞ്ഞു പോവും. ഞാൻ എന്തായാലും സംസാരിച്ചു നോക്കാം. പിന്നെ തല്ലാനൊന്നും വരത്തില്ല, അതെനിക്ക് ഗ്യാരണ്ടിയാ. എനിക്ക് പേടിയാട്ടോ. ഞാനൊന്നിനും ഇല്ല. ഞാനിവിടെ വന്നത് തെറ്റ്. എന്റെ കയ്യിൽ നിന്ന് അറിയാതെയാണെങ്കിലും സത്യങ്ങളെല്ലാം പുറത്ത് പോയത് തെറ്റ്. ഇങ്ങോട്ടും പോകാൻ വയ്യാതെ ഞാനിവിടെ കുടുങ്ങി കിടക്കുന്നത് തെറ്റ്. നിന്റെ അമ്മ നിന്നെ തിരിച്ചറിയണം നിനക്ക് ആഗ്രഹമുണ്ടോ? ഒരുപാട് കൊതയുണ്ട്. പക്ഷെ ആരും അതുകൊണ്ട് വേദനിക്കാൻ ഇടവരരുത്. കൃഷ്ണ, നിനക്കും അലീന ചേച്ചിയെ സ്വന്തം അമ്മ മനസ്സിലാക്കുന്നതല്ലേ ഏറ്റവും പ്രിയപ്പെട്ട സംഗതി? അതെ, എനിക്കത് ഓർക്കുമ്പോ തന്നെ എന്തൊരു സന്തോഷം. പക്ഷെ അമ്മയച്ഛനും ഒരിക്കലും എടുക്കാൻ പറ്റാത്ത പോലെ വേറെ പിരിഞ്ഞു പോകും. അതെനിക്ക് പേടി. ഞാൻ അങ്കിളൊന്ന് കാണട്ടെ. അങ്കിളെ തുറന്നോ? നീ പോയില്ലായിരുന്നു ഇതുവരെ. ഞാനും കൃഷ്ണനോട് അലീനെ താഴെ ഇരുന്ന് ചുമ്മാ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നേ. ഞാൻ അല്പം ഉറങ്ങിപ്പോയി. ഇപ്പൊ ഉണർന്നേ ഉള്ളൂ. നിങ്ങൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്ത് തീരുമാനിച്ചത്? ഒന്നും തീരുമാനിച്ചില്ല അങ്ങളെ. അങ്കിളിന്റെ കയ്യിലാണ് കുറെ പേരുടെ ജീവിതത്തിന്റെ താക്കോല്. വേറെ ആർക്കും തുറക്കാൻ പറ്റത്തില്ല. എന്റെ കയ്യിൽ എന്റെ ജീവിതത്തിന്റെ താക്കോല് പോലും. അങ്ങനൊരു സത്യം അറിയോ? ഇനിയുണ്ടോ അറിയാൻ ബാക്കി? ഈ വീട്ടിൽ ആർക്കും ഇല്ല സമാധാനം. എല്ലാവരും ഇലക്ട്രിക് പോസ്റ്റിന് സ്റ്റേ വയർ വലിച്ചു കെട്ടിവരും മുറുക്കി നിൽക്കുക. ഏത് നിമിഷത്തിൽ എന്തും സംഭവിക്കാന്നുള്ള മട്ടില്ല. ആർക്കും ആരെയും വിശ്വാസമില്ല, പരസ്പര സ്നേഹമില്ല. എന്തൊരു ദുരിത ജീവിതം ഇത്. എടാ, ഇതൊക്കെ ആര് വരുത്തി വെച്ചതാ? ഞാനല്ല. ചില മനുഷ്യരുടെ ദുർനടപ്പ് നിരപരാധി നിഷ്കളങ്കരമായ ഒരു മനുഷ്യനെ ചതിച്ചു. അതിന് തിരിച്ചടി കിട്ടുക എന്നുള്ളത് എന്ന് തന്നെ ആയാലും കിട്ടും. അതൊക്കെ ശരിയാങ്ങളെ. ഞാനൊരു കാര്യം പറയട്ടെ. അങ്കിളിന് അലീനോട് വളരെ സ്നേഹമാണല്ലോ അല്ലേ? അതെ. പക്ഷേ അവൾക്കും സന്തോഷമില്ല. കാരണം എന്താ വെച്ചാൽ അവളുടെ വിചാരം അവള് കാരണമാണ് ഈ എല്ലാ ദുരിതം വന്ന് പെട്ടെന്നാണ്. വസ്തുത അവള് കാരണമാണോ? അവൾക്ക് ആരെയും ദ്രോഹിക്കണ്ട, ആരെ സങ്കടപ്പെടുത്തുകയും വേണ്ട. എല്ലാവരും സ്നേഹത്തിലും ഐക്യത്തിലും കഴിയുന്ന അത്ര സന്തോഷം അവൾക്ക് വേറെ ഇല്ല. എടാ, ഇതൊക്കെ നീ പറയാതെ തന്നെ എനിക്കറിയാം. രോഹിക്കോ കൃഷ്ണമൾക്കോ ബബിതയ്ക്കോ സന്തോഷമോ സമാധാനം ഉണ്ടാവും. അതിന്റെ കാര്യം പോട്ടെ. അങ്കിൾ അലീനെ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാൻ അങ്കിളിനോട് ഒരു സത്യം പറയാം. അലീന സ്വന്തം മോളാണെന്ന് ആന്റി തിരിച്ചറിയണം തന്നെ അവളുടെ ഉള്ളിനുള്ളിൽ ആഗ്രഹം. ഇതെനിക്ക് നീ പറഞ്ഞതിനോട് അവൻ വൈജി അവളെ എന്റെ മോളെ എന്നൊന്ന് വിളിക്കുന്നത് കേൾക്കാൻ അവൾ ഒരുപാട് കൊതിക്കുന്നുണ്ട്. വൈജി അമ്മയെന്ന് വിളിക്കാൻ അവൾക്ക് അതിലേറെ ആഗ്രഹമുണ്ട്. അപ്പൊ ഇത് അങ്കിളിനെ അറിയാം. എന്നിട്ട് എന്താണ് പറയടാമനു? അവര് തിരിച്ചറിയട്ടെ അങ്കിളെ. അവർ അമ്മയെ മോളെ കെട്ടിപ്പിടിച്ചൊന്ന് പൊട്ടിക്കരയട്ടെ. സ്നേഹം കൊണ്ട് പരസ്പരം വീർപ്പ് പൊട്ടിക്കട്ടെ. അപ്പൊ ഞാനാരായി? ഞാൻ സർവ്വതുപേക്ഷിച്ച് സർവ്വസംഘ പരിത്യാഗിയായി കാവ്യം ഉടുത്ത് ഒറ്റയ്ക്ക് കാലനടയായിട്ട് കാശിക്ക് പോട്ടെ. എന്റെ ജീവിതം അവിടെ എവിടെയെങ്കിലും ഒതുക്കട്ടല്ലേ? എത്ര നാൾ വിളിച്ചു നോക്കിയോ അങ്കിളെ സത്യം? എന്തെങ്കിലും ഒരിക്കലും അറിയില്ല എല്ലാവരും? ഇല്ല, അറിയില്ല. പറയൂ എല്ലാരോടും ഞാൻ വൈജിയുടെ മോളെന്ന്. കൃഷ്ണമോള് പറയൂ. അതിന്റെ ആഫ്റ്റർ എഫക്ട് എത്ര ഭയങ്കരമായിരിക്കും അവർക്കറിയാം. ഞാൻ പറഞ്ഞിട്ട് ആന്റി അറിഞ്ഞല്ലോ. നിനക്ക് അതിനുള്ള ധൈര്യം കിട്ടണമെങ്കിൽ നീ വേറൊരു ജന്മം കൂടെ ജനിക്കണം മനു. അല്ലെങ്കിൽ നീ ഒന്ന് പറഞ്ഞു നോക്ക്. അതിന്റെ അനന്തരഫലം നിനക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര ഭയങ്കരമായിരിക്കും. നീ ഒരു കൊടുങ്കാറ്റ് അയച്ചു വിടുന്നോലിരിക്കും. നിലവിലുള്ള പല ബന്ധങ്ങളും അതിൽപ്പെട്ട് തകരുന്നത് നിനക്ക് കാണേണ്ടി. ചില മനുഷ്യർ നിന്റെ കൺമുന്നിൽ നിന്ന് അപ്രത്യക്ഷരായി പോയി എന്ന് വരാം. എന്നെങ്കിലും ഒരിക്കൽ അമ്മ മകളെ തിരിച്ചറിയണ്ടേ അങ്ങളെ? അതിലെ നീതി. അത് നിന്റെ നീതി. എനിക്ക് ആ നീതിയല്ല വേണ്ടത്. ഞാൻ സ്നേഹിച്ച പെണ്ണ്, ഞാൻ കല്യാണം കഴിച്ച പെണ്ണ്, അതിനു മുമ്പ് വേറൊരു പുരുഷനെ പ്രാപിച്ചതും ഗർഭിണിയായി പ്രസവിച്ചത് മറച്ചു വെച്ചിട്ട് ഈ കഴിഞ്ഞ 23 വർഷക്കാലം എന്നെ ചതിച്ചതിനും വഞ്ചിച്ചതിനും എനിക്ക് നീതി കിട്ടണം. അതെനിക്ക് കിട്ടിയിട്ട് മതി ബാക്കിയുള്ളവർക്കുള്ള നീതി. പിഴച്ചുവെറ്റ തള്ള മകളെ തിരിച്ചറിയുന്നതും ആ മകള് അവളെ അമ്മയെന്ന് വിളിച്ച് കോൾമയർ കൊള്ളുന്നതും എന്റെ വിഷയമല്ല. അത് അതിനകത്ത് എത്ര ഇമോഷണൽ ആവുന്നേ. വാസ്തവത്തിൽ ആന്റി തെറ്റുകാരിയാണോ? ആന്റി ചതിക്കപ്പെട്ടില്ലേ? എല്ലാവരോടും ആന്റിയെ പറഞ്ഞു പറ്റിച്ചതല്ലേ? ആയിരിക്കാം. നിന്റെ അച്ഛനും കൊച്ചച്ഛനും വല്യച്ഛനും മുത്തച്ഛനും അമ്മാവനും സകലനും ചേർന്ന് ഇതുപോലെ പല പോക്കർത്തരങ്ങളും കാണിച്ചിട്ടുണ്ടാവും. അതൊന്നും എന്റെ വിഷയമല്ല. എന്റെ വിഷയം വൈജ ഒന്ന് പ്രസവിച്ചവളാണെന്നുള്ള സത്യം മറച്ചുവെച്ച് എനിക്ക് താലി കെട്ടാൻ തലകുനിച്ച് തന്നു എന്നുള്ളതാ. അതിനുശേഷം അവള് അഹങ്കാരം കൊണ്ടും ധാർഷ്ട്യം കൊണ്ടും നിന്ന കൊണ്ടും ആത്മവഞ്ചനം കൊണ്ടും കെട്ടിയാടിയ നാടകമുണ്ടല്ലോ, ഞാനത് റീവൈൻഡ് ചെയ്ത് കാണുന്നുണ്ട്. എന്നും 1-2 കൊല്ലമല്ലടാ, 23 വർഷം അവള് ലോകോത്തര പതിവ്രതയായിട്ട് എന്റെ മുന്നിൽ അഭിനയിച്ചത്. എനിക്ക് നീതി കിട്ടണം മനു. നിങ്ങളെ തെറ്റ് ചെയ്തവർക്ക് പശ്ചാത്തപിക്കാനും മാപ്പി യാചിക്കാനും ആ തെറ്റ് തിരുത്താൻ ഒരു അവസരം കൊടുക്കണ്ടേ? നമ്മുടെ രാജ്യത്ത് ഒരാൾ ഒരു കുറ്റം ചെയ്താൽ അവരെ തിരുത്തുകയല്ല, അവരെ ശിക്ഷിക്കുകയാണ് പതിവ്. ഞാൻ വൈജയ്ക്ക് ഒരു ശിക്ഷ വിധിച്ചിട്ടുണ്ട്. അതാണ് അവളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് അവളോട് ഇങ്ങനെ സ്നേഹശൂര്യനെ പോലെ പെരുമാറുന്നതെന്ന് അറിയാതെ അവൾ അന്താളിച്ച് നിൽക്കണം. എനിക്കെതിരെ അവളുടെ രക്തം തിളച്ചു മറിയണം. ദോഷവും അമർഷവും ഒക്കെ അടക്കാൻ കഴിയാതെ അവള് കുറെ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടണം. അതാണ് ഞാൻ അവൾക്ക് വിധിച്ച ശിക്ഷ. അച്ഛനോ കൊച്ചച്ഛനോ വല്യച്ഛനോ ആന്റിയോട് ഈ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാലേ അങ്ങളെ പ്രതികാരം അവിടെ തീർന്നില്ലേ? നിന്റെ അച്ഛനോ കൊച്ചച്ഛനോ വല്യച്ഛനോ വൈജിയോട് ഈ സത്യം തുറന്നു പറയുന്നതാണോ? അവരുടെ ചങ്ക് വിറയ്ക്കും. അതുപോലത്തെ ചതി അവര് ചെയ്തിട്ടുള്ളത്. കൊലപാതകത്തിന് ഉത്തരം പറയേണ്ടി വരും അവർക്ക്.
ആരാ കൊലപാതകം? ഏയ് അതൊന്നും എന്റെ വിഷയമല്ല മനു. പൂച്ച എലിയായിട്ട് കളിപ്പിക്കുന്നത് പോലെ ഞാൻ വൈജയെ രണ്ട് കൈയൂട്ടി ഇങ്ങനെ തട്ടിക്കളിക്കുന്നത് കണ്ട് നിന്റെ അച്ഛനും കൊച്ചച്ഛനും വല്യച്ഛനും ഒന്നും ചെയ്യാൻ പറ്റാതെ കയ്യും കെട്ട് നോക്കിയിരിക്കുന്നത് എനിക്ക് കാണണം. കല്യാണത്തിന് മുമ്പ് പിഴച്ചു പ്രസവിച്ച പെങ്ങളെ നിരപരാധിയായ ഒരു ചെറുപ്പക്കാരന്റെ തലയിൽ കെട്ടിവെച്ചു കൊടുത്ത നരാധവന്മാരാണ് തങ്ങളെന്ന ഓർമ്മ നിന്റെ അച്ഛന്റെയും കൊച്ചച്ഛന്റെയും വല്യച്ഛന്റെയും മനസ്സിലിങ്ങനെ കെടാതെ നീറിക്കിടക്കണം. നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്ര മേനോന്റെ മുന്നിൽ അവര് 3 പേരും ഇനി തലകുനിച്ച് നിൽക്കാവൂ ആയുഷ്കാലം. അവരുടെ പെങ്ങളുടെ ഭാവി ഇനി എന്തായിത്തീരുമെന്ന് ഓർത്ത് അവരെപ്പോഴും ആകുലപ്പെട്ടുകൊണ്ടേയിരിക്കും. അതൊക്കെയാണ് എനിക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ. അങ്കിൾ എല്ലാരോടും പറയാണ്, പ്രതികാരാണ്, അത് മാത്രമേ ഉള്ളൂ. ഞാൻ വിചാരിച്ചോട്ടെ അങ്കിളിന് വലിയൊരു മനസ്സുണ്ടെന്നാ, എല്ലാം പൊറുക്കാനും മറക്കാനും. ആ വേണ്ട, നീ അങ്കിളിനെ പറ്റി അങ്ങനെയൊന്നും വിചാരിക്കില്ല വരും. ഞാനൊരു പച്ച മനുഷ്യനാ. നീ ഇപ്പൊ നോക്കുമ്പോ എല്ലാം നിസ്സാരമായിട്ട് തോന്നും. ബാലചന്ദ്രൻ ഒരു ഭർത്താവ്, വൈജി എന്നൊരു ഭാര്യ, അവർക്ക് കയ്യബദ്ധം പറ്റി ജനിച്ച അലീന എന്നൊരു പെൺകൊച്ച്. ബാലചന്ദ്രൻ ഒരു കൊച്ചു വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ 3 പേർക്കും കൂടെ ഒരിലയ്ക്ക് ചുറ്റും ഇരുന്ന് ഒന്നിച്ച് ഓണം ഉണ്ണാം. തന്തയ്ക്ക് പറക്കാത്ത പ്രവർത്തി ചെയ്ത നിന്റെ അച്ഛനും കൊച്ചച്ഛനും വല്യച്ഛനും ഞങ്ങളുടെ ചുറ്റും നിന്ന് പിന്നെയും പിന്നെയും കോരിയിട്ട് തന്ന് ഞങ്ങളെ ഊട്ടി രോമാഞ്ചം കൊള്ളാം അല്ലേ? ഇപ്പൊ അങ്കിൾ അലീനോട് കാണിക്കുന്ന സ്നേഹമൊക്കെ വെറും അഭിനയാണല്ലേ? അങ്കിളിന് റിവെഞ്ച് ചെയ്യാനുള്ള വെറും ഒരു ആയുധം മാത്രമാണ് അലീന. അലീന എനിക്ക് എന്താണെന്ന് അലീനയ്ക്ക് അറിയാം. ഞാനെന്ന മനുഷ്യൻ, ഞാനെന്ന ഭർത്താവ്, ഞാനെന്ന അച്ഛൻ, അതെന്താ നമുക്കറിയാം. ഞങ്ങൾ തമ്മിലുള്ള ബോണ്ട് മനു നീ വിചാരിച്ചാലും വിളിക്കാൻ പറ്റത്തില്ല. അലീന അവളുടെ പെറ്റമ്മയ്ക്കെതിരെ എത്ര കാലം അങ്കിളുടെ പക്ഷത്ത് നിൽക്കും? അവളുടെ സംരക്ഷണമായിരിക്കും അങ്കിൾ ഇപ്പോ. പക്ഷേ അവളുടെ അമ്മയെ വേദനിപ്പിക്കുന്ന ബാലേന്ദ്രൻ എന്ന ഗാർഡിയനെ ഏതെങ്കിലും ദിവസം അവൾ വെറുത്തു തുടങ്ങും. പ്രതികാരത്തിന് വിദ്വേഷം നിലനിൽപ്പില്ല അങ്കിളെ, സ്നേഹത്തിനേ ഉള്ളൂ നിലനിൽപ്പ്. വരട്ടെ, ഒഴുകി വരട്ടെ സ്നേഹം നാനാഭാഗത്തു നിന്നും. ഞാൻ സ്വീകരിക്കാം. ഇതൊരു ശാപാണ് ആ അമ്മയ്ക്കും മോൾക്കും. അവർക്കൊരു ശാപമോക്ഷം വേണ്ട അങ്കിളെ? വേണം, തീർച്ചയായിട്ടും വേണം. പക്ഷേ അത് വൈജയുടെ മരണക്കിടക്കിൽ വെച്ചായിരിക്കണം. അന്ന് അലീനെ ഞാൻ അവളുടെ മുന്നിലേക്ക് നീക്കി നിർത്തിയിട്ട് പറയും, വൈജയെ, ഈ നിൽക്കുന്നത് നിന്റെ സ്വന്തം മകളാണ്. നീ ഇത്രയും കാലം ദ്രോഹിച്ചതും വെറുത്തതും അപമാനിച്ചതും വേദനിപ്പിച്ചതും കഷ്ടപ്പെടുത്തിയതും തെറ്റിദ്ധരിച്ചതും നീ പ്രസവിച്ച നിന്റെ കുഞ്ഞിനെയാണ്. അവൾ അന്തം വിട്ട് നോക്കും അലീനയുടെ മുഖത്തോട്ട്. എന്റെ മകളായിരുന്നോ ഈശ്വര, അച്ഛനെ വെക്കാൻ അവസരമില്ല, ക്ഷമ ചോദിക്കാൻ പോലും സമയമില്ല. എന്റെ മോളെ എന്ന് വിളിച്ചൊന്ന് കരയാം. കഴിഞ്ഞു കഴിഞ്ഞു, അതാണ് അവസാന ശ്വാസം. അന്ന് എനിക്ക് ശാപമോക്ഷം കിട്ടും. നമ്മൾ പറയാനുള്ളത് പറയണം. നമ്മൾ അവൾക്ക് കട്ട സപ്പോർട്ടാണെന്ന് വിചാരിച്ചുകൊണ്ട് അവൾ കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ ഇടയാക്കരുത്. നമുക്ക് ഒരു കാര്യത്തിലുള്ള താല്പര്യം, ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോകുന്നത് കടപ്പാട്ടൂരോട്ടായിരിക്കും. ബാക്കി പ്രശ്നങ്ങളൊക്കെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം. അതാണ് നമ്മുടെ നിലപാട്. ഓക്കെ, നിനക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് വൈജ? ഡോക്ടേഴ്സ് എന്ത് പറയുന്നു? കുറച്ചുനാളിങ്ങനെ കിടക്കണം, അനങ്ങാൻ പാടില്ല. ഇവിടെ ട്രീറ്റ്മെന്റ് എല്ലാം നല്ലതല്ല, നല്ല ഡോക്ടേഴ്സ് അവിടെ വന്നത്. ഗംഗേട്ടൻ പോയല്ലേ? പോവാതെ പറ്റുമോ? എല്ലാവർക്കും ഇല്ലേ സ്വന്തം വീടും കുടുംബവും ഒക്കെ. ഗംഗേട്ടനാണെങ്കിൽ ടൂർ പരിപാടിയുമായി വീട്ടിൽ നിന്ന് പോന്നിട്ട് മാസം 3 ഒരു മാസത്തോളം സിസ്റ്ററിന്റെ മോന്റെ കൂടെയായിരുന്നു. ഇവിടെ വന്ന് എന്നെ കുറെ വഴക്കുറഞ്ഞിട്ട് പോയി. ഞാനാണോ ശിവേട്ട കുറ്റക്കാരി? ശിവേട്ടൻ അറിയാലോ, ഒരു കുഴപ്പമില്ലാതെ ജീവിച്ചു പോരുമായിരുന്നു ഞങ്ങള്. അപ്പോഴാ കഴക്കൂട്ടത്തുനിന്ന് കുഴപ്പം പിടിച്ചൊരു സാധനത്തെ ഇറക്കുമതി ചെയ്തത്. ഇത് നീ പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളായി, ഇനിയെങ്കിലും നിർത്ത്. അതെ, ഞങ്ങൾക്കാർക്കും അലീനെ പറ്റി മോശമായ ഒരു അഭിപ്രായമില്ല. ഞങ്ങൾ ഇനി കൂട്ടുപിടിക്കണ്ട. അവള് നിങ്ങളെയും കയ്യിലെടുത്തോ? ഓ, എടുത്തു. അവള് ഞങ്ങളെ ഉള്ളംകൈയിലെടുത്ത് ഇങ്ങനെ അമ്മാരം ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത്ര നേരം. മനസ്സിലായി. അലീന ബാലേന്ദ്രന്റെ മകളാണെന്ന് അറിഞ്ഞതോടെ നിങ്ങള് മറുകക്ഷിയിലോട്ട് കൂറുമാറി. ബാലേന്ദ്രൻ മകളെ ഉപേക്ഷിക്കില്ലെന്ന് ഉറപ്പായപ്പോ പിന്നെ വേറെ വഴിയില്ലല്ലോ. ഞങ്ങൾ അലീനയെ ബാലചന്ദ്രന്റെ മകളായിട്ട് അംഗീകരിച്ചു. അവൾ അവിടുത്തെ കുടുംബാംഗമാണ്. നിങ്ങൾ ആരൊക്കെ അംഗീകരിച്ചാലും ഞാൻ അംഗീകരിക്കണ്ടേ? എന്റെ വീട്ടിൽ എച്ചില് തിന്നാൻ വരുന്ന തെരുവ് വെട്ടിയായി പോലും ഞാൻ അവളെ അംഗീകരിക്കില്ല. പിന്നല്ലേ കുടുംബാംഗം. നീ അംഗീകരിച്ചില്ലെങ്കിൽ ആർക്കാ നഷ്ടം? നിനക്കും നിന്റെ മക്കൾക്കും തന്നെ. ആ നഷ്ടം ഞാനങ്ങ് സഹിച്ചോളാം, നിങ്ങളാരും സഹിക്കണ്ട. ഇത് ഹോസ്പിറ്റൽ ബില്ലല്ലേ? എന്നതാ ഇതിന്റെ അർത്ഥം? ബാലേന്ദ്രനെ, നീ അത്രയും ക്യാഷ് റീഫണ്ട് ചെയ്യണമെന്ന്. ഞാനെന്തിനാ കൊടുക്കുന്നത്? നീ കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കണം. അതെനിക്ക് മനസ്സിലായില്ല. നീ ബാലചന്ദ്രനെ ധിക്കരിച്ച് പാതിര കഴിഞ്ഞ നേരത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി കാർ ഓടിച്ചു പോയി ഉണ്ടാക്കിയ ആക്സിഡന്റ് അല്ലേ? അതിന്റെ സകല ഉത്തരവാദിത്വവും നീ ഏറ്റെടുക്കണം, ഈ ബില്ല് പേ ചെയ്ത് ഉൾപ്പെടെ. അത് എവിടുത്തെ ന്യായാ? നീ കാലും കൈയും എല്ലാം സുഖപ്പെട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോ ബാലചന്ദ്രന്റെ വീട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ ബാലചന്ദ്രൻ ക്യാഷ് നിനക്ക് തിരിച്ചു തരും. അതല്ല, നിനക്ക് തോന്നുന്ന പോലെ ഫാമിലി കോർട്ടിൽ ഡിവോഴ്സിനോ വാടക വീട്ടിൽ താമസത്തിനോ പോവുകയാണെങ്കിൽ അയാൾ എന്തിനാ നിനക്ക് വേണ്ടി 8-10 ലക്ഷം രൂപ ചിലവാക്കുന്നത്? അയാൾ ചോദിക്കുന്നതിലും പറയുന്നതിലും ഒരു ന്യായമല്ലേ? ബന്ധം പിരിയുന്നവരെ ഭാര്യയുടെ ചെലവ് നോക്കേണ്ട ഭർത്താവാ. എടി, നീ ഇന്നേ വരെ ജോലി ചെയ്ത ശമ്പളത്തിൽ നിന്ന് ബാലചന്ദ്രൻ 5ന്റെ പൈസ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ആവശ്യമില്ലല്ലോ. വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയിട്ടുണ്ടോ? അതൊക്കെ ബാലേന്ദ്രന്റെ ഉത്തരവാദിത്വം. അപ്പൊ ഇനി ഒന്നേ ചോദിക്കാനോ, ഈ ബില്ല് നീ പേ ചെയ്യുന്നോ അതോ ഞങ്ങൾ പേ ചെയ്യണം? ഞാൻ കൊടുത്തോളാം. ബാലചന്ദ്രന്റെ അക്കൗണ്ടിലേക്ക് ഇടണം. അക്കൗണ്ട് നമ്പറും ബാങ്കിന്റെ പേരും എല്ലാം പുറകെ എഴുതിയിട്ടുണ്ട്. അയാൾ ഞങ്ങളോട് ചോദിക്കുകയാണ് എടുത്തത്. ഇല്ല, വൈജയന്തി വാക്ക് പറഞ്ഞ വാക്കാ. അപ്പൊ നിനക്ക് അയാളുമായി ഒത്തുപോകാൻ യാതൊരുവിധ പ്ലാനും ഇല്ലല്ലേ? മുത്തച്ഛന്റെ കൂടെ കഴക്കൂട്ടത്ത് പോയ ഒരു പെങ്കൊച്ചിനെ കണ്ട ശേഷം എന്റെ ജീവിതം തന്നെ മാറി മാറി. എനിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ ചെലവാക്കിയ പൈസയുടെ ബില്ല് എന്റെ ആങ്ങളമാരെ ഏൽപ്പിച്ചിരുന്നല്ലോ. അതിലുണ്ടായിരുന്ന തുക എത്രയാണോ അതിനുള്ള ചെക്കാ ഇത്. നീ എന്നോട് കണക്ക് തീർക്കാനാ. നീ ഇനി ഒരു ജന്മം കൂടെ ജനിക്കണം വൈജയെ.